കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നതിന് ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണ. കണക്കുകൾ പുറത്തുവരുമ്പോൾ ആരും അലോരസപ്പെട്ടിട്ട് കാര്യമില്ല. ഊതിവീർപ്പിച്ച കണക്കുകളാണ് പലരുടേതും. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ പരാജയമാണെന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ചാക്കോ ബോബന് പരാജയപ്പെട്ട സിനിമകളുടെ കണക്കിൽ പ്രശ്നങ്ങളില്ലായിരുന്നോ എന്നും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫിയോക്ക് പ്രസിഡന്റായ കെ വിജയകുമാർ ചോദിച്ചു. വാക്കുകളിലേക്ക് അദ്ദേഹം. കുഞ്ചാക്കോ ബോബന് ക്ലാരിറ്റി ഇല്ലാതായത് അദ്ദേഹത്തിന്റെ ഓഫീസർ എന്ന ഓടത്തിന് മാത്രമല്ലേ ഉള്ളൂ. അതിന് മുമ്പിറങ്ങി അദ്ദേഹത്തിന് പരാജയപ്പെട്ട ഒത്തിരി ചിത്രങ്ങളുണ്ടല്ലോ, അതിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കൃത്യമായ കണക്കാണ് അത്. സുരേഷ് കുമാർ അത് ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ചാക്കോ ബോബന്റെ പടവും ഉണ്ടായിരുന്നു. കേരളത്തിലെ തിയേറ്ററിക്കൽ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ചാക്കോ ബോബന്റെ പടത്തിന്റെ കാര്യം അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ അത് ഈ ഓഫീസർ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ കാര്യം മാത്രം കുഞ്ചാക്കോ ബോബൻ നിശ്ചയിച്ച് ആലോചിച്ചാൽ പോരാ. അതിനു മുമ്പ് വന്ന് പരാജയപ്പെട്ട ഒത്തിരി പടങ്ങളുണ്ട്. ആ പടത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ? ഫിയോക്ക് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കേട്ടത്. റിയ നമുക്കൊപ്പം വിവരങ്ങളുമായിട്ട്. റിയ, കുഞ്ചാക്കോ ബോബൻ പറഞ്ഞത് തിയേറ്ററിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ, സാറ്റലൈറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പണം തന്നാൽ മതി, അല്ലാതെ ഞാൻ ഫ്രീ ആയി അഭിനയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കളക്ഷനിലെ ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതിലാണിപ്പോൾ നിർമ്മാതാക്കൾ സ്റ്റാൻഡ് വ്യക്തമാക്കുന്നത്. ഇതൊരു ഇഷ്യൂ ആയിട്ട് വളരുന്നുണ്ടോ അതോ പരിഹരിക്കാനുള്ള ശ്രമമാണോ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ട നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാടിന് ഫിയോക്ക് പൂർണ്ണ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഒരു മാസത്തെ തിയേറ്റർ കളക്ഷൻ കണക്കുകളാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നത്. അതാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. അത് പൂർണ്ണമല്ല, അത് തിയേറ്ററിലെ കണക്ക് മാത്രമാണ്, അത് നഷ്ടമായി കണക്കാക്കാൻ കഴിയില്ല. സാറ്റലൈറ്റ് അടക്കമുള്ള കണക്കുകൾ, OTT-യിലെ കണക്കുകളടക്കം പുറത്തു വരേണ്ടതുണ്ട് എന്നതാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേ സാഹചര്യത്തിലെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കണക്കുമായി ബന്ധപ്പെട്ടാണ് കുഞ്ചാക്കോ ബോബൻ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുകയും ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത്. അവിടെയാണ് ഫിയോക്ക് ചില ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പരാജയപ്പെട്ട സിനിമയുടെ കണക്കുകൾ വന്നപ്പോൾ ഈ ക്ലാരിറ്റി പ്രശ്നമില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഫിയോക്ക് മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പൂർണ്ണ പിന്തുണയും അവർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കളക്ഷൻ വിവാദത്തിലെ വാദപ്രതിവാദങ്ങൾ ഇനിയും തുടരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. മറ്റൊന്ന്, ഈ ഊതിവീർപ്പിച്ച കണക്കുകൾ, അത് നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നടത്തുന്ന കണക്കുകൾക്കെതിരെയും ഫിയോക്ക് കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ചില ആളുകളെ, അതായത് പുതുമുഖ നിർമ്മാതാക്കളെ കെണിയിൽ വീഴ്ത്തുന്നതിന് ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതാരാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇടനിലക്കാരായി അങ്ങനെ ഒരു ഗ്യാങ്ങുകൾ എത്തുകയും ഈ പുതിയ നിർമ്മാതാക്കളെ വലിയൊരു കെണിയിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിനിടയിൽ നടത്തിയ വലിയൊരു പരാമർശം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം റിലീസാകാനിരിക്കുന്ന എമ്പുരാൻ സിനിമ വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനകൾ പറയുന്നു. നിലവിലുള്ള ബാധ്യതകൾ തീർക്കുന്ന തരത്തിലുള്ള ഒരു കളക്ഷൻ റെക്കോർഡ് എമ്പുരാൻ സിനിമ നേടുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. നിലവിലുള്ള ഭരണസമിതി തന്നെ തുടരാനുള്ള തീരുമാനമാണ് ഫിയോക്കിന്റെ ഇന്നത്തെ സമ്മേളനത്തിലുണ്ടായത്. കാരണം വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സർക്കാരുമായുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് അവർ രംഗത്ത് തന്നെയുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നതിന് ഈ സംഘടന തന്നെ ഇതേ ഭാരവാഹികളുമായി ഈ ഭാരവാഹികൾ തുടരുമെന്നൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്.